കോൺഗ്രസിൻ്റെ പിന്തുണയില്ലെങ്കിൽ ഒരു ദിവസം രാഹുൽ മാക്കൂട്ടത്തിന് ഒളിവിൽ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നല്ല പോലെ രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും സംരക്ഷണം നൽകുന്നു, ഒളിപ്പിക്കുന്നു എന്നുള്ളത് കൂടി വസ്തുതാപരമായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. ഇല്ല, സൈബർ ആക്രമണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ഉൾപ്പെടെയാണ് വരുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കോ അതുപോലെ സഖാക്കൾക്കോ ഇതിനുമായിട്ട് മാത്രമല്ല, അതിജീവക്കെതിരായിട്ട് മാത്രമല്ല, എല്ലാവർക്കും എതിരായിട്ടുള്ള സൈബർ ആക്രമണം ഒരു ഗുണ്ടാ പടയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണത് സംഘടിപ്പിക്കുന്നത്. വാർത്ത പുതുതായിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാ തിരഞ്ഞെടുപ്പിലും വരാറുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ട്, പിന്നെ അസംബ്ലി തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഇ.ഡി. കടലാസൊന്നും അയക്കാതിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ കടലാസ് വന്നു എന്നുള്ളത് വ്യക്തമായി. ഇതെല്ലാം രാഷ്ട്രീയ കളിയല്ലേ. ഈ കളിയെല്ലാം കേരളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ. 1,00,000 കോടി രൂപയുടെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ് കിഫ്ബി. ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ സഞ്ചരിക്കുമ്പോൾ കിഫ്ബിയുടെ കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന്. അതാണ് കിഫ്ബി. ആ കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യത്തെ ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച 140 നിയോജക മണ്ഡലത്തിലും ഫലപ്രദമായിട്ട് നിക്ഷേപിച്ച കിഫ്ബിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി എത്രയോ കാലമായിട്ട് തുടങ്ങുകയാണ്. ഇത് UDF ആരംഭിച്ചതായിരുന്നല്ലോ മുമ്പ്, ഉമ്മൻചാണ്ടിയാണല്ലോ തുടങ്ങിയത്. അതിനെ ഭാവനാപൂർവ്വം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്ത തെറ്റ്. ആ തെറ്റ് കേരളത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ തെറ്റ് കേരളം ഫലപ്രദമായിട്ട് അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് അതിൻ്റെ മേലെ നോട്ടീസും അതുപോലെ കാര്യങ്ങളൊക്കെ വരട്ടെ. നേരത്തെ നോട്ടീസ് വന്നല്ലോ, ഹൈക്കോടതി അയച്ചല്ലോ, ഐസൊക്കെ ചോദിച്ചല്ലോ എന്തിനാണ് എന്നെ വിളിച്ചതെന്ന്. മറുപടി പറഞ്ഞിട്ടില്ലല്ലോ ഇന്നവരെ.